അമ്മയുടെ മാറ്റം അവളെ നന്നായി അതിശയിപ്പിച്ചു. ഞാൻ വന്നു കയറിയപ്പോൾ ഉള്ള അമ്മയല്ല ഇപ്പോൾ. അവൾക്ക് അതിശയവും അത്ഭുതവും തോന്നി. രവിയേട്ടൻ വരുമ്പോൾ എന്തായാലും അമ്മയെക്കുറിച്ച് പറയണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. രവിയേട്ടൻ എത്തിയെന്ന് തോന്നുന്നു. അവൾ ഓടി പൂമുഖത്തേക്ക് ചെന്നു. രവിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തേ? അവൻ ചോദിച്ചു. വാ, റൂമിലേക്ക് വാ, ഞാൻ പറയാം. അവൻ റൂമിലേക്ക് ചെന്നതും അവൾ പിന്നാലെ ചെന്നു. അമ്മേ, ഇന്ന് എന്നോട് നന്നായിട്ട് പെരുമാറി. എന്ത് പറ്റിയെന്നറിയില്ല. ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അമ്മ നമ്മളോട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് മാറണ്ട, അവൾ പറഞ്ഞു. അവന് അത്ഭുതം തോന്നി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മാവിക്കും മരുമോൾക്കും ഇത് എന്ത് പറ്റി? അവൻ തമാശയ്ക്ക് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. നിങ്ങൾ അമ്മയ്ക്കാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ പോകുന്നത് കാണാനാണ് എൻ്റെയും ആഗ്രഹം, രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ചോറും കറിയൊക്കെ വെച്ച് നടന്നാൽ മതിയോ? ബാക്കി കോഴ്സ് പൂർത്തിയാക്കണ്ടേ? അതിനെക്കുറിച്ചൊന്നും ഒന്നും മിണ്ടുന്നില്ലല്ലോ വൈഫ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പോകാം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അച്ഛൻ വരുമല്ലേ, അച്ഛനും കൂടെ വന്നിട്ട് പോകാം. അടുത്ത ആഴ്ച തൊട്ട് എനിക്കും ജോലിക്ക് ഇറങ്ങണം, അവൻ പറഞ്ഞു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഹാളിലേക്ക് വന്നു. ഹാളിലേക്ക് വന്നതും അമ്മ ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അടുക്കളയിലേക്ക് ചെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് അവക്കും രവിക്കും ഉള്ളത് എടുത്തു. അങ്ങനെ അവർ ഹാളിൽ നിന്ന് തന്നെ കുടിച്ചു. ഇടയ്ക്ക് മറ്റേത് റൂമിലോട്ടൊക്കെ പോകാറുണ്ടായിരുന്നു ചായ കുടിക്കാൻ. ഇപ്പോൾ അമ്മ ഓക്കെ ആയതിനു ശേഷം ഹാളിൽ തന്നെ ഇരുന്നാണ് ചായ കുടിയും എല്ലാം. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ അപ്പുറത്തെ അനന്തുവിൻ്റെ കാര്യം പറഞ്ഞു. നല്ല മാർക്കുണ്ട് എക്സാമിന്, മിഠായിയും ചോക്ലേറ്റും ഒക്കെ കൊണ്ട് തന്നു, നിനക്കിതോ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കഴിക്കാമേ, അവൻ പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. അതിനുശേഷം വൈകുന്നേരം സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അവൾ ചിന്തിച്ചു. അമ്മയ്ക്ക് സന്തോഷമാകും. അങ്ങനെ അവൾ പഴംപൊരി ഉണ്ടാക്കി. എല്ലാവരും കഴിച്ചു. അമ്മായിയമ്മയ്ക്ക് ഇതിൽ പരം സന്തോഷമില്ല. അവൾ ഇങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതും അവരോടൊപ്പം ജോലിക്ക് സഹകരിക്കുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നി. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോഴെല്ലാം അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിച്ചുകൊണ്ട് വന്നാലോ അതിൽ ഇരട്ടി സന്തോഷം. പിന്നെ അച്ഛൻ വരാറായതിൻ്റെ സന്തോഷം വേറെ. ഈ ഇടയായിട്ട് അമ്മായിയമ്മ സന്തോഷത്തിലാണ് മൊത്തത്തിൽ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രവിയുടെ അച്ഛൻ എത്തി. അമ്മായിയമ്മ നിലത്തെങ്ങുമല്ല, ഭയങ്കര സന്തോഷം. അച്ഛനൊരു പാവം മനുഷ്യൻ. വന്ന ഉടനെ മോളെ അന്ന് കണ്ടതാ, പിന്നെ കാണാനോ വിളിക്കാനോ ഒന്നും പറ്റിയില്ല. അച്ഛന് തിരക്കായിപ്പോയി. അച്ഛൻ്റെ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. അച്ഛൻ ആ പൊതി അവൾക്ക് നേരെ നീട്ടി. അവൾക്ക് കുറച്ച് ഡ്രസ്സുകളും പിന്നെ കുറച്ച് സ്നാക്സും ആയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മയുടെ നേരെ ഓപ്പോസിറ്റായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛനും തൻ്റെ നേരെ ദേഷ്യപ്പെടുമെന്നൊക്കെയാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവളെ. അച്ഛൻ അതെല്ലാം കൊടുത്തതിന് ശേഷം റൂമിലേക്ക് ചെന്നതോ അമ്മ പിന്നാലെ ചെന്നു. നിങ്ങളെന്ത് പണിയ മനുഷ്യയെ കാണിച്ചത്? വന്ന ഉടനെ മരുമോളെ അങ്ങ് കയ്യിലെടുത്തു അല്ലേ? അവൾക്ക് ഡ്രസ്സും പലഹാരങ്ങളും ഒക്കെ ഇപ്പോഴേ വാങ്ങിക്കൊടുക്കേണ്ട കാര്യം എന്തുകൊണ്ട്? വന്ന ഉടനെ എടുത്ത് തലയിലോട്ട് വെച്ചോ, അവസാനം പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ട വരും. ഞാൻ കണ്ടില്ലേ നിൽക്കുന്നത്? ഒരു രീതിക്ക് അങ്ങ് പോയാൽ മതി. ആദ്യമേ ഒന്നും തലയിലെടുത്തൊന്നും വെക്കണ്ട. ഇതിൻ്റെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്നറിയത്തില്ല, അവർ അയാളെ ഉപദേശിച്ചു. നീ ഒന്ന് അടങ്ങടി, കൊച്ചു പെണ്ണല്ലേ, അവൾക്ക് അങ്ങനെ പെരുമാറ്റത്തിൽ അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല. നീ നിൻ്റെ കാര്യം നോക്കി ഇരുന്നാൽ മതി, അതിനെ ഭരിക്കാനൊന്നും ചെല്ലാതെ. ഇപ്പം ഞാനായോ തെറ്റുകാരി? അപ്പോൾ അമ്മായിയപ്പനും മരുമോളും എല്ലാവരും അങ്ങ് ഒന്നായി. അവർ പിറകെ നടന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം കട്ടിലിൽ ക്ഷീണിതനായിട്ടിരുന്നു. എനിക്കൊരു ഗ്ലാസ് ചായ വേണം, അത് കിട്ടുമോ? അദ്ദേഹം ചോദിച്ചു. അതൊക്കെ തരാം. പിന്നെ അവിടുത്തെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? മതിയാക്കി വരാറായില്ലേ? അവർ ചോദിച്ചു. ഇവിടെ എന്തിനും ഏതിനും എനിക്ക് ആരുമില്ല സഹകരിക്കാനും സംസാരിക്കാനും ഒക്കെ. അവർ ഭാര്യയും ഭർത്താവും എല്ലാ കാര്യത്തിനും വെളിയിലോട്ട് പോക്കും എടുപ്പും ഒക്കെയാണ്. ഞാനിവിടെ ഒറ്റപ്പെട്ട രീതിയിലാണ്. നിങ്ങൾ ജോലി മതിയാക്കി ഇവിടെ എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ ജോലിക്ക് ഇനി പോവണ്ട. മോൻ ചെലവിന് തരട്ടെ, നമുക്കിനിയുള്ള കാലം റെസ്റ്റ് എടുക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മക്കളെയൊക്കെ വളർത്തിയതല്ലേ. ഇനി നിങ്ങൾ വയസ്സാം കാലത്ത് വീണ്ടും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മക്കളെ കല്യാണം കഴിപ്പിക്കാനൊന്നും ഇല്ലല്ലോ. നമുക്ക് നോക്കാം, കുറച്ച് നാളും കൂടെ നിൽക്കാം, നല്ല കമ്പനിയാണ്, അദ്ദേഹം പറഞ്ഞു.
അതിനുശേഷം അവർ ചായ എടുക്കാനായിട്ട് പോയതും അദ്ദേഹം മേല് കഴുകാൻ പോയി. മേല് കഴുകി കയ്യിലേക്ക് കൊടുത്തിട്ട് അദ്ദേഹം ഹാളിൽ വന്നിരുന്നു. അപ്പോൾ രവിയും രമ്യയും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രമ്യയ്ക്ക് എന്തെന്നില്ലാത്ത സ്നേഹം അച്ഛനോട് തോന്നി. അച്ഛാ, എങ്ങനെയുണ്ടച്ഛാ ജോലി? അച്ഛനോട് കുറേ നേരം അവൾ സംസാരിച്ചു. അമ്മായിയമ്മയ്ക്ക് അതൊന്നും തീരെ പിടിക്കുന്നില്ലായിരുന്നു. അച്ഛനെ അവൾ ഓവറായിട്ട് സ്നേഹിക്കുന്നോ കയ്യിലെടുക്കുന്നോ എന്നൊക്കെയായിരുന്നു അവരുടെ ടെൻഷൻ. പക്ഷെ അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണ്. കുഴപ്പമില്ല മോളെ, ജോലിയൊക്കെ ഒരുവിധം ഓക്കെയാണ്. അച്ഛന് നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ അച്ഛാ? അവൾ ചോദിച്ചു. ശ്രമിക്കാം, കുറച്ചും കൂടെ കഴിയട്ടെ. അവൾ മനസ്സിൽ വിചാരിച്ചു, അച്ഛൻ നാട്ടിലുണ്ടെങ്കിൽ അമ്മയുടെ സ്വഭാവത്തിൽ കുറച്ചും കൂടെ മാറ്റം വരും, കുറച്ചും കൂടെ സമാധാന അന്തരീക്ഷം വീട്ടിൽ കിട്ടും. അങ്ങനെ അവൾ കുറച്ചു നേരം അച്ഛനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടി പഞ്ചപാവമാണ്. തൻ്റെ ഭാര്യ പറയുന്നതാണ് കൊന്നുമില്ല. ഇവളെക്കുറിച്ച് എന്തൊക്കെയാണ് അവൾ എന്തൊക്കെ കുറ്റങ്ങളാണ് ഫോണിൽ കൂടി പറഞ്ഞത്? പാവം കുട്ടി, അതിന് 10-20 വയസ്സല്ലേ ഉള്ളൂ, അതുപോലും മനസ്സിലാക്കാനുള്ള ശേഷിയില്ലല്ലോ തൻ്റെ ഭാര്യയ്ക്കെന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ രാത്രി അത്താഴം കഴിക്കാൻ എല്ലാവരും കൂടി നിരന്നിരുന്നു. രമ്യയും അമ്മയോടൊപ്പം വിളമ്പാൻ കൂടി. എല്ലാവർക്കും ആഹാരം വിളമ്പിയതിന് ശേഷം രമ്യയും അമ്മയും ഒരുമിച്ചിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് ആഹാരം കഴിച്ചതിന് ശേഷം ആ പ്ലേറ്റുകളെല്ലാം അവർ കഴുകാൻ ഒരുങ്ങിയപ്പോൾ രമ്യ പറഞ്ഞു, അമ്മ അവിടെ ഇരിക്കൂ, അമ്മ പോയി അവിടെ സെറ്റിലിരിക്കൂ, ഞാൻ കഴുകിക്കോളാം. അവർക്ക് കുറച്ച് മനസ്സൊന്ന് തണുത്തു. തൻ്റെ മരുമകൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അവൾ പാത്രമെല്ലാം കഴുകി വെച്ച് അടുക്കളയും തുടച്ചതിന് ശേഷം ഹാളിലേക്ക് വന്നു. അവളുടെ ദേഹം അപ്പടി വെള്ളമായിരുന്നു. രവി പറഞ്ഞു, നിന്റെ ദേഹം മൊത്തം വെള്ളമാണല്ലോ കൊച്ചേ, നീ പോയി ഡ്രസ്സ് മാറ്, അല്ലെങ്കിൽ പോയി മേല് കഴുകി വേറെ എന്തെങ്കിലും ഇടും. ഇന്ന് ഞാനിതിന് 2-3 പ്രാവശ്യമെങ്കിലും മേല് കഴുകി കാണും. രവിയേട്ടാ, എനിക്ക് ഇനി രാത്രി കുളിക്കാനൊന്നും വയ്യ. അവൾ ഡ്രസ്സ് മാറാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. കുറച്ചു നേരം TV കണ്ടതിന് ശേഷം അവർ അകത്തേക്ക് പോയി. റൂമിലെത്തിയതും രമ്യ കട്ടിലിലൊരു വീഴ്ചയായിരുന്നു. അവൻ കട്ടിലിൻ്റെ സൈഡിലിരുന്നു. കട്ടിലെങ്ങനെ കിടന്നു കളയുമെന്ന് അവൾ ഭയന്നിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. സൈഡിലിങ്ങനെ ഇരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവളൊന്നും പറഞ്ഞതുമില്ല, അതിലെ നിഷേധിച്ചതുമില്ല. അദ്ദേഹം സൈഡിലെങ്കിലും ഇരുന്നോട്ടെ എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. കട്ടിൽ കിടക്കാനോ താൻ അനുവദിക്കുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.